everyone and welcome back. ഇന്ന് സക്കുലൻസ് പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സക്കുലൻസ് പ്ലാന്റ്സിൻ്റെ ഗംഭീര കളക്ഷൻ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അറിയാലോ, ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ചെടി ഏതാണെന്ന് ചോദിച്ചാൽ അത് സക്കുലൻസ് പ്ലാന്റ്സ് ആയിരിക്കും. ഒരേ സമയം പൂവായിട്ടും ചെടിയായിട്ടും വളർത്താവുന്ന ഒരു പ്ലാന്റാണ് സക്കുലൻസ് പ്ലാന്റ്സ്. ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റും ഒരു തവണയെങ്കിലും ഒന്ന് വളർത്തി നോക്കണമെന്ന് വിചാരിക്കുന്ന ഒരു പ്ലാന്റും കൂടിയായിരിക്കും. വളർത്താൻ വലിയ എളുപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല, ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട്, എന്നാലും വലിയ മെയിൻ്റനൻസ് ഇല്ല. കാരണം ഇവർ ഡെസേർട്ടിലൊക്കെ വളരുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൂടുതൽ കെയർ ചെയ്താലാണ് സക്കുലൻസ് പ്ലാന്റ്സ് കേടായി പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ അധികം സക്കുലൻസ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻ റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി പേര് നേരത്തെ എൻ്റെ അടുത്ത് സക്കുലൻസ് കാക്ടസിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കാക്ടസിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് സക്കുലൻസിൻ്റെ പ്ലാന്റ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് തന്നെ അത് നമുക്ക് മെസ്സേജ് അയക്കുകയായിരിക്കും. നമുക്ക് പ്ലാന്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും കേട്ടോ. DTDC കൊറിയർ വഴിയാണ് നമ്മൾ ഈ പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നത്. ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ സക്കുലൻസ് പ്ലാന്റ്സ് ബെയർ റൂട്ടഡ് ആയിട്ടായിരിക്കും പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ. അതായത് പോട്ടോ അതുപോലെ പോട്ടി മിക്സോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ വെറുതെ റൂട്ടായിട്ട് തന്നെയായിരിക്കും പ്ലാന്റ് അയച്ചു തരുന്നത്. അതും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ പേര് എച്ച്വേരിയ ഹൈബ്രിഡ് മൂൺ ഗ്ലോ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സിലെല്ലാം തന്നെ 100 രൂപയിൽ താഴെ റേറ്റിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. സക്കുലൻസ് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിലയായിരുന്നു എല്ലാത്തിനും. ഒരു പ്ലാന്റ് ഒക്കെ കിട്ടണമെങ്കിൽ നല്ല വിലയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ഒക്കെ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. എന്തായാലും 100 രൂപയിൽ താഴെയാണ് നമ്മൾ ഇന്നത്തെ എല്ലാ പ്ലാന്റ്സും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇത് നല്ല ലോട്ടസ് പോലെ ഇരിക്കും, താമരപ്പൂ വിടർന്നിരിക്കുന്നത് പോലെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത്. സക്കുലൻസിൻ്റെ ഇങ്ങനത്തെ കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. ഈ താമരപ്പൂ പോലെ ഇരിക്കുന്ന വെറൈറ്റീസ് പലതും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ പല പല പ്ലാന്റ്സ് ആയിരിക്കും. ഫസ്റ്റ് വെറൈറ്റി വരുന്ന ഈ മൂൺ ഗ്ലോ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. നമുക്ക് സക്കുലൻസ് പ്ലാന്റ്സ് ടേബിൾ ടോപ്പിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് മിനിയേച്ചർ ഗാർഡൻ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഐഡിയക്കനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സക്കുലൻസ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 95 രൂപയാണ് റേറ്റ് വരുന്നത്. 95 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് എച്ച്വേരിയ ഓറിയൻ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതും ഒരു ലോട്ടസ് പോലെ തോന്നിക്കുന്ന, താമരപ്പൂ പോലെ തോന്നിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 റുപ്പീസാണ്. 75 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എല്ലാ പ്ലാന്റ്സും ഒരേ വലിപ്പം തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സും ഏകദേശം ഒരേ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ വാങ്ങിക്കുന്ന എല്ലാവർക്കും ചിലരൊക്കെ പറയാറുണ്ട്, ചേച്ചി വലിയത് നോക്കി വയ്ക്കണേ, ഹെൽത്തിയുള്ള പ്ലാന്റ് നോക്കി വയ്ക്കണേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഞാനത് പറയാറുണ്ട്. എല്ലാ പ്ലാന്റും നമ്മുടെ കയ്യിലുള്ളത് ഒരേ സൈസിലും ഒരേ വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാന്റ് വരുന്നത്. മൂന്നാമത്തെ പ്ലാന്റ് ഹൈബ്രിഡ് ഐസി ഗ്രീൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതും നല്ലൊരു സൂപ്പർ പ്ലാന്റാണ്. ഇതിനും 95 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. 95 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇതൊക്കെ ആ ഒരു താമരപ്പൂ പോലെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. അടുത്തത് പിങ്ക് പച്ചിഫറ്റം ഹൂൺകേരി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് 95 റുപ്പീസാണ് റേറ്റ് വരുന്നത്. 95 രൂപയാണ്. ഇതും ഏകദേശം ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഓരോ പ്ലാന്റിനുള്ളൂ. ചിലതിന് ഇച്ചിരി അതിൻ്റെ അറ്റത്ത് ഇത്തിരി കൂർത്തിരിക്കും, ചിലത് അത് ഇച്ചിരി പരന്നിരിക്കും, ചിലതിന് അതിൻ്റെ അറ്റം ഭാഗത്ത് കുറച്ച് റെഡ് കളർ ഉണ്ടായിരിക്കാം, ചിലതിനൊരു പിങ്ക് കളറായിരിക്കാം. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഓരോ പ്ലാന്റിനും ഉള്ളത് കേട്ടോ. പക്ഷേ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ്. അപ്പോൾ ഇതിന് 95 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മുടെ അഞ്ചാമത്തെ വെറൈറ്റി ഹാവോത്തിയ മക്കുലാറ്റ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതൊരു ഗ്രീൻ കളറാണ് വരുന്നത്. നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇതും നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്. ഇതും ഒരു ലോട്ടസിൻ്റെ പോലെ ഇരിക്കില്ലെങ്കിലും ഏകദേശം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിനും 95 റുപ്പീസ് തന്നെയാണ്. 95 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഗ്രീൻ കളറാണ് ഇതിൻ്റെ ഒരു കളറ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഹാവോത്തിയ സീബ്ര ആണ്. ഹാവോത്തിയ പ്ലാന്റ് എല്ലാവർക്കും അറിയാം. നമ്മൾ മിനിയേച്ചർ ഗാർഡൻ അതുപോലെ തന്നെ ടെറാറിയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഹാവോത്തിയുടെ നല്ല സൂപ്പർ ഒരു വെറൈറ്റിയാണിത്. ഇതിനും 95 റുപ്പീസ് തന്നെയാണ്. 95 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ.
അടുത്തത് നമ്മുടെ ക്രസുല ഗൊല്ലം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതൊരു എന്താ പറയുക, ഒരു ചെറിയൊരു മരം പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു മിനിയേച്ചർ മരം പോലെയൊക്കെ തോന്നിക്കും. അങ്ങനത്തെയാണ്, ഒരു മരത്തിൻ്റെ ഷേപ്പാണ് ഇതിന് വരുന്നത്. നല്ല ഗ്രീൻ കളറാണ്. അതൊരു തണ്ടും അതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊരു മരം പോലെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 75 രൂപയാണ്, 75 റുപ്പീസാണ്. നല്ല ഭംഗിയായിട്ടോ ഇതൊക്കെ കാണാനായിട്ട്. അടുത്ത നമ്മുടെ ജെയ്ഡ് പ്ലാന്റ് ആണ്. അത് ഗ്രീൻ ഗോൾഡൻ ക്രസുല ഒവാറ്റ, ഇതാണ് അതിൻ്റെ ശരിക്കുള്ള പ്ലാന്റ്. നമ്മുടെ നാട്ടിലൊക്കെ ജെയ്ഡ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്ലാന്റ് വാങ്ങിക്കുന്നുണ്ട്, പണ്ട് കാലം തൊട്ടേ വാങ്ങിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ജെയ്ഡ് പ്ലാന്റ് അല്ല, അത് എലിഫൻറ്റ് ബുഷ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഒറിജിനൽ ജെയ്ഡ് പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ജെയ്ഡ് പ്ലാന്റിൻ്റെ 2 വെറൈറ്റിയാണ് ഇപ്പോൾ നമുക്ക് സെയിലിനുള്ളത്. ഇത് ഗോൾഡൻ ക്രസുല ഒവാറ്റ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതിന് 95 റുപ്പീസാണ്, 95 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് കുറച്ചുകൂടെ മെച്യൂർഡായി വരുമ്പോൾ ഇതിൻ്റെ അറ്റം ഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെഡും മെറൂണും കൂടി ചേർന്നിട്ടുള്ളൊരു കളറിൽ അതിങ്ങനെ കയറി വരും. നല്ല രസമാണ് അപ്പോൾ കാണാനായിട്ട്. ഇത് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം ചിലതിലൊക്കെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് കയറി വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വെറൈറ്റിയാണ് ക്രസുല ഒവാറ്റ ജെയ്ഡ് പ്ലാന്റ്. മറ്റേത് ഗോൾഡൻ ക്രസുലയായിരുന്നു, ഇത് വെറും ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് 65 റുപ്പീസാണ് വരുന്നത്. ഇത് കുറച്ചുകൂടെ മറ്റേ ജെയ്ഡ് പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ലീഫൊക്കെ കുറച്ചുകൂടെ വലിയ പ്ലാന്റ് ആണ് വരുന്നത്. കണ്ടില്ലേ, നമുക്ക് മിനിയേച്ചർ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മരം ആയിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ചെടിയാണ്. അത് മാത്രമല്ല, ഈ ജെയ്ഡ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ബോൺസായി ആക്കി വളർത്താവുന്ന ഒരു പ്ലാന്റാണ് ജെയ്ഡ് പ്ലാന്റ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിന് 65 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വെരിഗേറ്റഡ് ബുറോസ് ടെയിൽ, അല്ലെങ്കിൽ നമ്മൾ ഡോങ്കീസ് ടെയിൽ എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, സക്ലൻസിലെ ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. വളരെ ഭംഗി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട്. നല്ല പച്ച മുന്തിരിങ്ങ കൊല പോലെ കിടക്കുന്ന ഒരു പ്ലാന്റ് ആണിത്. നല്ല രസമാണ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് കാണാനായിട്ട്. നല്ലൊരു പാരറ്റ് ഗ്രീൻ കളറാണ് ഇതിന് വരുന്നത്. ഇതിന് 95 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്, സൈക്കോ ക്രിസ്മസ് കാക്ടസ് പ്ലാന്റ് ആണ്. ഇത് എന്താ പറയുക, നമ്മുടെ സക്കുലൻസിലെ തന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് എന്ന് വേണം പറയാനായിട്ട്. നല്ല ഭംഗിയുള്ള ചുവന്ന പൂക്കൾ, ചുവപ്പും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന ക്രിസ്മസ് കാക്ടസ് ആണ് ഇത്. അപ്പം നല്ല ഭംഗിയായിട്ട് നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്ലാന്റ്സിലും തന്നെ മിക്ക പ്ലാന്റിലും ബഡ്ഡുണ്ട്. ചിലതിലൊക്കെ ബഡ് വിരിഞ്ഞു പൂക്കളായിട്ടുണ്ട്, ചിലതിൽ മാത്രമാണ് ബഡ് വരാത്തതുള്ളൂ. അതും പെട്ടെന്ന് തന്നെ ബഡ് വരുന്നതായിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് 105 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഒത്തിരി വലിയൊരു പ്ലാന്റ് ആണിത്, 105 അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരു 3-4 എണ്ണമൊക്കെ ഒന്നിച്ചൊരു ചട്ടിയിൽ നട്ടിട്ട് അതിൽ നിറയെ പൂവുണ്ടായി നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ സക്കുലൻസ് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവരൊക്കെ വേഗം തന്നെ ഓടി വന്ന് ആദ്യം തന്നെ ഓർഡർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു, നമ്മുടെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് നിൽക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമ്മളിങ്ങനത്തെ വീഡിയോസ്, പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുക. അടുത്ത വരുന്ന സാറ്റർഡേ തന്നെ നമ്മളൊരു കാക്ടസിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.